ഞാനിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എങ്ങനെ അത് ചൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. സ്റ്റാൻഡ് ലോൺ കമ്പനികളിൽ പെടുന്നതാണ് സ്റ്റാർ ഹെൽത്ത്, ആദിത്യ ബിർള ഹെൽത്ത് ഇൻഷുറൻസ്, ടാറ്റ AIG തുടങ്ങി നിരവധി ഇൻഷുറൻസ്, മാക്സ് ബൂബ, അങ്ങനെ പല പല കമ്പനികളുണ്ട്. എന്നാൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ക്യാഷ്ലെസ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി വേണം തിരഞ്ഞെടുക്കാൻ. ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് രണ്ട് രീതിയിലാണ് ക്ലെയിം നമ്മൾ എടുക്കുന്നത്. ഒന്ന് ക്യാഷ്ലെസ്, രണ്ട് റീഎംബേഴ്സ്മെൻറ്റ്. ക്യാഷ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഷുറൻസിന് ഡോക്യുമെൻറ്റ് കൊടുക്കുക, പ്രൊപ്പോസർ ആധാർ കാർഡും പാൻ കാർഡും പേഷ്യൻ്റെ ആധാർ കാർഡും കൂടെ കൊടുക്കുക. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മളെടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് അവർ ഡിസ്കസ് ചെയ്ത് മെയിൽ അയച്ച് പ്രിയോത്ത് അയച്ച് അപ്രൂവൽ എടുത്ത് അതിൻ്റെ ക്യാഷ് കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലാണ് ഡീൽ ചെയ്യുന്നത്. നമ്മളവിടെ പൈസ മുടക്കേണ്ട കാര്യമില്ല. നമ്മൾ റിലാക്സ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, വീട്ടിൽ പോരുക. ഇതിനാണ് നമ്മൾ പ്രീമിയം അടച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റീഎംബേഴ്സ്മെൻ്റ് ആണ്. എന്തെങ്കിലും കാരണവശാൽ ക്യാഷ്ലെസ് കമ്പനി തരുന്നില്ല, അവർക്ക് റീഎംബേഴ്സ്മെൻറ്റിലേക്ക് പോകുന്ന കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കമ്പനിക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവർ എന്തെങ്കിലും കമ്പനിയിൽ മറച്ചു വെച്ചിട്ടാണ് പോളിസി എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിൽ അവർക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ക്യാഷ്ലെസ് അവർ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്തതിന് ശേഷം അവർ പറയും നിങ്ങൾ റീഎംബേഴ്സ്മെൻറ്റിലേക്ക് പോകും. റീഎംബേഴ്സ്മെൻറ്റിൻ്റെ ഫോംസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് ഇൻഷുറൻസ് ഏജൻറ്റ് ത്രൂ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഇപ്പോൾ ആദിത്യ ബിർളയ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ ആദിത്യ ബിർളയുടെ തന്നെ ആപ്പുണ്ട്. ആപ്പിൽ കയറി കസ്റ്റമർക്ക് നേരിട്ട് തന്നെ ഫോം ബിയും അതുപോലെ തന്നെ ടോട്ടൽ മെഡിക്കൽ ബിൽസ്, സ്പ്ലിറ്റഡ് ബിൽസ്, അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി, ഇത്രയും ഡീറ്റെയിൽ നമ്മൾ ആ ആപ്പിൽ തന്നെ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കമ്പനി അത് ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിലിലേക്ക് വരും. അത് ആപ്പിലിടാൻ അറിയാൻ മേലെന്നുണ്ടെങ്കിൽ KYC ഫോമുണ്ട്, അത് കമ്പനിയിൽ നിന്ന് കിട്ടും. KYC കംപ്ലീറ്റ് ചെയ്യുക. ഫോം A ഉണ്ട്, ഫോം A കസ്റ്റമർ കംപ്ലീറ്റ് ചെയ്യുക. ഫോം B ഹോസ്പിറ്റലുകാർ ഫില്ല് ചെയ്ത് തരും. കൂടാതെ നമ്മുടെ ഡിസ്ചാർജ് സമ്മറി, അതുപോലെ തന്നെ പ്രൊപ്പോസറുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, അത് പാസ്ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ലീഫിൻ്റെ കോപ്പി, ഇതാണ് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സ്പ്ലിറ്റഡ് ബിൽസും ടോട്ടൽ ബിൽസും, ഇത്രയും ഡീറ്റെയിൽ കൂട്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മളത് അയക്കുന്നത്. അതവിടെ വെരിഫൈ ചെയ്യും. അതോടൊപ്പം തന്നെ കസ്റ്റമറുടെ വീട്ടിലും വന്ന് അന്വേഷിക്കും, കസ്റ്റമറുടെ ഹോസ്പിറ്റലിലും പോയി അന്വേഷിക്കും. അതിൻ്റെ ഡീറ്റെയിൽ എടുത്തതിന് ശേഷമായിരിക്കും ഒരു മാസത്തിനകം നമുക്ക് റീഎംബേഴ്സ്മെൻറ്റ് ക്ലെയിം കിട്ടുന്നത്. പക്ഷേ ഒരിക്കലും ഞാനോ നിങ്ങളോ ആരും റീഎംബേഴ്സ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യത്തില്ല. കാരണം പെട്ടെന്നൊരു ഹോസ്പിറ്റലൈസേഷൻ വന്ന് 3-4 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ പുറകെ പോകാൻ ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്കാർക്കും അതിന് താല്പര്യമില്ല. കാരണം അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രീമിയം അടച്ചെന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതൊക്കെ ഹോസ്പിറ്റലാണ് ടൈപ്പ് ഉള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഗൂഗിളിലൊക്കെയാണ് നമുക്ക് കയറി സെർച്ച് ചെയ്യാൻ പറ്റും, ക്ലെയിം റേഷ്യോ, കമ്പനിയെക്കുറിച്ചുള്ള പൊതുവെയുള്ള ഒരു അഭിപ്രായം, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രൊഡക്റ്റുകളാണ്. വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ചില പ്രൊഡക്റ്റുകൾക്ക് പ്രീമിയം കുറവായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് കോപ്പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. കോപ്പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% കമ്പനി തരും, 20% കസ്റ്റമർ അടയ്ക്കണം. അപ്പോൾ പ്രീമിയം താരതമ്യേന മറ്റ് കമ്പനികളിലെ പ്രീമിയം വെച്ച് നോക്കുമ്പോൾ പ്രീമിയം കുറവായിരിക്കും. അത് ചിലപ്പോൾ കസ്റ്റമറിന് അറിയാൻ പാടില്ല, നമുക്കറിയാൻ മേലാതെ വരും. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. 100% ക്ലെയിം കിട്ടുന്ന പ്രൊഡക്റ്റുകളായിരിക്കും നമ്മൾ. അങ്ങനത്തെ പ്രൊഡക്റ്റുകളുണ്ട് ഇപ്പോൾ, 100% നമുക്ക് ക്ലെയിം കിട്ടും. അതാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എനി റൂം ഫെസിലിറ്റി ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചോദിക്കണം. കാരണം സിംഗിൾ റൂം, സിംഗിൾ AC, പ്രൈവറ്റ് റൂം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഒരിക്കലും ചൂസ് ചെയ്യരുത്. എനി റൂം ഫെസിലിറ്റി പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള റൂം, AC റൂമായിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള റൂം എടുക്കാവുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകളുണ്ട്, അത് നമ്മൾ ചോദിക്കണം. രണ്ടാമത് നോൺ മെഡിക്കൽ ഐറ്റംസ് ആണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സർജറി വന്നു കഴിഞ്ഞാൽ സിറിഞ്ച്, നീഡിൽസ്, പാമ്പേഴ്സ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. സാധാരണ പണ്ടൊക്കെയുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഇതിന് കവറേജ് കൊടുക്കത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള പുതിയ പ്രൊഡക്റ്റുകൾ ഇതിന് കവറേജ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നോൺ മെഡിക്കൽ, ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സർജറി വന്ന് 20,000 തൊട്ട് 30,000 രൂപ വരെ നോൺ മെഡിക്കൽ ഐറ്റംസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് കസ്റ്റമർ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 1 ലക്ഷം രൂപയുടെ ക്ലെയിം വന്നാൽ 70,000 രൂപ ഇൻഷുറൻസ് കമ്പനി തരും, 30,000 രൂപ കസ്റ്റമർ കയ്യിൽ നിന്ന് അടയ്ക്കും. ഇൻ കേസ് ഇനി അതിൻ്റെ അകത്ത് കോപ്പേയ്മെൻ്റ് ഉള്ളൊരു പ്ലാനാണ്, 10% കോപ്പേയ്മെൻ്റ് ഉണ്ട്, അതിനും വേണ്ടി വരും 10,000 രൂപ അഡീഷണൽ. അപ്പോൾ ഒരു 40,000 രൂപ കസ്റ്റമർ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോപ്പേയ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. രണ്ടാമത്
ഈ പറഞ്ഞ പോലെ നോൺ മെഡിക്കൽ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ ഇൻക്ലൂഡഡ് ആയ ഒരു പ്രൊഡക്റ്റേ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ. നമുക്ക് 100% ക്ലെയിം കിട്ടണം. അങ്ങനത്തെ പ്രൊഡക്റ്റുകളുള്ള കമ്പനികളുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ അകത്ത് പിള്ളേരുടെ ആക്റ്റീവ് 1 മാക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് 100% എന്ത് ചെയ്യുക, ക്ലെയിം കൊടുക്കുക. ഒരു രൂപ പോലും കട്ടാക്കത്തില്ല. ഇപ്പോൾ ഐ ആയിക്കഴിഞ്ഞാൽ ആക്ച്വൽ എമൗണ്ട് എത്രയാണ് അത്രയും. അതുപോലെ തന്നെ ഡ്യൂറബിൾ എക്യുപ്മെൻറ്റ്സ് കവറേജ് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ള പ്ലാനുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആ പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഉള്ള പുതിയ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലെയിം ഇല്ലെങ്കിൽ മാത്രം നോ ക്ലെയിം ബോണസ് കൊടുത്തിരുന്ന രീതിയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് നോ ക്ലെയിം ബോണസിന് പകരം അവർ സൂപ്പർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എടുക്കുന്ന സമ്മൻഷൻ. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അത് 20 ലക്ഷം ആവും, അതിൻ്റെ പിറ്റേ വർഷം 30 ലക്ഷം, അങ്ങനെ 5 വർഷത്തേക്ക് എടുക്കുന്ന സമ്മൻഷയുടെ 100% ഇൻറ്റു 5 ടൈംസ് ആണ് കൊടുക്കുന്നത് 5 വർഷത്തേക്ക്. അപ്പോൾ ആദ്യം എടുത്ത് 10 ലക്ഷം കൂട്ടി 6ാമത്തെ വർഷം വരെ 60 ലക്ഷം രൂപയുടെ കവറേജ് വരും. ചെറിയ ഫാമിലി സംബന്ധിച്ച് 60 ലക്ഷം രൂപ ധാരാളമാണ്. അതുകൂടാതെ തന്നെ ഈ സമ്മൻഷേർഡ് ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ എടുക്കുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലും അവരുടെ ഒരു ക്ലെയിം വന്ന് 10 ലക്ഷം രൂപ തീർന്നു പോയാൽ സെക്കൻഡ് ക്ലെയിം തൊട്ട്, ഇപ്പോൾ അടുത്ത ആഴ്ചയാകാം അല്ല അടുത്ത മാസമാകാം നെക്സ്റ്റ് ഡേ ആകാം, സെക്കൻഡ് ക്ലെയിം ബോണസ് കമ്പനി വീണ്ടും അത് റീഫിൽ ചെയ്ത് കൊടുക്കും. ഓട്ടോ റീഫില്ലാക്കി അത് റീഫില്ലാകും. 10 ലക്ഷം രൂപ തീർന്നു പോയാൽ ആ 10 ലക്ഷം രൂപ തീർന്നതിന് ശേഷം അടുത്ത ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അതെന്ത് ചെയ്യും, വീണ്ടും റീഫിൽ ചെയ്തോടും. വീണ്ടും 10 ലക്ഷം രൂപ നമുക്ക് വീണ്ടും ക്ലെയിം. അത് എത്ര തവണയായാലും അത്രയും തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു ഡീറ്റെയിൽ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ പോളിസി എടുക്കാനായിട്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് രോഗങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുള്ളത് നമ്മളത് 100% ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തുറന്ന് പറയണം. എനിക്ക് ഇന്ന അസുഖമുണ്ട്, ഇന്ന മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട്. അത് പോളിസി കിട്ടിയാലും കിട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് പോളിസി കിട്ടിയില്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. കാരണം ഇപ്പോഴത്തെ ഒരു പുതിയ നിയമം അനുസരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കമ്പനിയെ പറയാതെയാണ് നമ്മൾ പോളിസി എടുത്തിരിക്കുന്നതെങ്കിൽ കമ്പനി അതൊരിക്കൽ കണ്ടുപിടിച്ചാൽ പോളിസി അപ്പാടെ ക്യാൻസലാവും, അടച്ച പൈസയും പോവും, ക്ലെയിമും കിട്ടത്തില്ല, കേസോ കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ അടച്ച പൈസ അവിടെ കൊണ്ട് പോവും, നമുക്കതിന് ക്ലെയിം കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ ആ രോഗം ഉള്ളത് കാണിച്ച് വേണം നമ്മൾ പോളിസി എടുക്കാനായിട്ട്. അതിനൊരാണ് ഞാൻ പറഞ്ഞത്. ഇൻ കേസ് നമ്മൾ ചിലപ്പം ഒരു പ്രഷറോ അല്ലെങ്കിൽ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെയൊക്കെ ഈ ഒരു പുതിയ പ്ലാനിൻ്റെ അകത്ത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, അമിതവണ്ണം, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് 2 സ്റ്റെൻറ്റ് വരെയുള്ള കേസ്, 1 വർഷം കഴിഞ്ഞത്, ശ്വാസകോശ സംബന്ധമായ രോഗം, ഈ 7 രോഗങ്ങളെ കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽ എല്ലാം കൊടുത്ത് കഴിക്കുന്ന മരുന്നും എല്ലാം കാണിച്ച് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്ത് പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഡേ 1 തൊട്ട് അതിന് കവറേജ് കിട്ടും. ഇനി ഞാൻ മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, എനിക്ക് ക്രോണിക് ഡിസീസ്, അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ എന്നൊക്കെ പറഞ്ഞാൽ ക്രോണിക് ഡിസീസാണ്, ഞാൻ മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനത് പറയാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം അത് കാണിക്കാതെയോ പോളിസി എടുത്തു, എന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും ട്രീറ്റ് ചെയ്ത് അതേ ഹോസ്പിറ്റലിൽ തന്നെ ഇൻഷുറൻസ് ക്ലെയിമിന് ഞാൻ പോകുമ്പോൾ അവിടെ പഴയ ഹിസ്റ്ററിയിൽ എപ്പോഴെങ്കിലും ഞാൻ BP മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ഷുഗറിനോ കൊളസ്ട്രോളിനോ മരുന്ന് കഴിച്ചു എന്നൊരു റിപ്പോർട്ട്, കാരണം നമ്മൾ പഴയ MR നമ്പറിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ന് തൊട്ട് ആ ഹോസ്പിറ്റലിൽ പോയി അന്ന് തൊട്ടുള്ള മുഴുവൻ റിപ്പോർട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പോകും. അവിടെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയാതെ കമ്പനിയെ പറ്റിച്ചാണ് പോളിസി എടുക്കുക. അതുകൊണ്ട് നമ്മുടെ കോൺട്രാക്റ്റ് അനുസരിച്ചിട്ട് ഈ പോളിസി ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല, പോളിസി ക്യാൻസൽ ചെയ്യുന്നു, പൈസയും പോകും, നമുക്ക് ക്ലെയിമും കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴായാലും ഏത് ഏജൻറ്റ് സമീപിച്ചാലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പം നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ അസുഖം കാണിച്ച് തന്നെ എടുക്കാം. പോളിസി റിജക്റ്റ് ആയി പോകണേ പൊക്കോട്ടെ, നോ പ്രോബ്ലം, നമ്മുടെ പൈസ പോകത്തില്ലല്ലോ. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ ഇരിക്കും നമ്മൾ നമ്മുടെ ശരീരത്തെ ഇൻഷുർ ചെയ്യണം. നമുക്ക് ശരീരത്തിന് അസുഖം വരുമ്പം നമുക്ക് ക്ലെയിം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ. പിന്നെ മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇപ്പോൾ ഓടിച്ചെന്ന ഒരാൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം നമുക്ക് ആക്സിഡൻറ്റ് കവറേജ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ പ്ലാനിലൊക്കെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, അമിതവണ്ണം, ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ ശ്വാസകോശ സംബന്ധി ഈ 7 രോഗങ്ങൾക്കും കാണിച്ചെടുത്ത് പോളിസി എടുത്താൽ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഡേ 1 തൊട്ട് പോളിസി നമുക്ക് കവറേജ് കിട്ടും. അതിന് ഇപ്പോൾ പോളിസി എടുത്ത് BP കാണിച്ച ഒരാൾക്ക് പോളിസി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് സ്ട്രോക്ക് വന്ന് നിങ്ങൾക്ക് ക്ലെയിം കിട്ടും, കാരണം കാണിച്ചെടുത്ത് കഴിഞ്ഞാൽ. ഈ പറയുന്ന രോഗങ്ങൾക്കൊക്കെ ഡേ 1 തൊട്ട് തന്നെ കവറേജ് കിട്ടും, അതിന് വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. എന്നാൽ ഇപ്പം മഞ്ഞപ്പിത്തം, ന്യൂമോണിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
പോളിസി ഇഷ്യൂ ആയതിനു ശേഷം 30 ദിവസം കഴിഞ്ഞ് നമുക്ക് അങ്ങനെയുള്ള രോഗത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. വെയിറ്റിംഗ് പീരീഡ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഏജൻറ്റ് നിങ്ങളോട് പറഞ്ഞത് വരത്തില്ല. പോളിസി ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞാൽ നോർമൽ രോഗങ്ങൾക്ക് നമുക്ക് കവറേജ് ഉള്ളൂ. പോളിസി ഇഷ്യൂ ആകുന്ന ആ സമയം തൊട്ട് ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമുക്ക് ആ ടൈം മുതൽ നമുക്ക് കവറേജാണ്. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് വീണത് നമുക്ക് പരിക്ക് പറ്റുന്നത്, വണ്ടി കൂട്ടിയിടിച്ച് പരിക്ക് പറ്റുന്നതാകാം, നടന്നു പോകുമ്പം അല്ലെങ്കിൽ ബാത്റൂമിൽ തെന്നി വീഴുന്നതാകാം, പാമ്പ് കടിക്കുന്നതാകാം, കുള കുത്തുന്നതാകാം. അങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ല. അതിന് ആ സമയം തൊട്ട് പോളിസി ഇഷ്യൂ ആകുന്ന ടൈം തൊട്ട് നമുക്ക് അതിന് കവറേജാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ 30 ദിവസം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ ശരീരത്തിൽ പതിയെ ഉണ്ടാകുന്ന രോഗങ്ങൾ, സ്ലോ ഗ്രോയിങ് ഡിസീസസ് എന്ന് പറയും. അതിന് ഉദാഹരണം പറഞ്ഞാൽ തിമിരം, വെരിക്കോസ് വെയിൻ, കിഡ്നി സ്റ്റോൺ, അൾസർ, അങ്ങനെ നിരവധി രോഗങ്ങൾ, ശരീരത്തിലുണ്ടെന്ന ട്യൂമർ, അതായത് ശരീരത്തിൽ മുഴയുണ്ടായിട്ട് മുഴ റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ്, പല സർജറീസും 2 ഇയർ വെയിറ്റിംഗ് പീരീഡിലാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനായിട്ട്. ഇതൊരു കോമൺ റൂളാണ്. IRDAയുടെ ഒരു കോമൺ റൂള് ആണ്. എല്ലാ കമ്പനികൾക്കും ഇത് ബാധകമാണ് ഈ ഒരു വെയിറ്റിംഗ് പീരീഡ്. അതുകൊണ്ട് നമുക്ക് അസുഖമൊന്നും ഇല്ലാതിരിക്കുമ്പം എത്രയും നേരത്തെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അത്രയും നേരത്തെ എന്ത് ചെയ്യുക, ഒരു ഇൻഷുറൻസ് നമുക്ക് എടുത്തിടുക. ഇനി ഇൻഷുറൻസ് എടുക്കാൻ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട്. കാരണം ഒരു ഫാമിലി ഫോർ ഒരു ഇൻഷുറൻസ് പ്രൈവറ്റ് കമ്പനി എടുക്കുമ്പം എങ്ങനെയായാലും അത്യാവശ്യം ഒരു പൈസ വരും. അപ്പോൾ നമ്മളങ്ങനെ പിന്നെ എടുക്കാം. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. പല പല കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെ തള്ളി നീക്കി എന്നിട്ട് നമുക്കൊരു 5-6 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു ഹോസ്പിറ്റലൈസേഷൻ കേസ് വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ടെൻഷൻ അടിക്കുന്നത്. അയ്യോ ഇത് അന്നേരം പിന്നെ കടം മേടിക്കുന്നു, ഓടുന്നു, ഫിനാൻസ് എടുക്കുന്നു, വിൽക്കാനുള്ളത് വിൽക്കുന്നു, സ്ഥലം പണയം വെക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കും. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും ഫിനാൻസ് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്, ഫിൻഷാൾ എന്ന് പറഞ്ഞ 2 കമ്പനിയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സിബിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ 25% ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് നമുക്ക് 1 വർഷത്തേക്കാണ് 6 തൊട്ട് 9 മാസവും, 2 വർഷത്തേക്കാണെങ്കിൽ 12 തൊട്ട് 15 മാസവും, 3 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 12 തൊട്ട് 18 മാസവും EMI ആക്കിക്കൊണ്ട് 25% അടച്ചിട്ട് EMI ആക്കിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു ക്രമീകരണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈസ ഇല്ലെന്നുള്ള കാരണത്താൽ നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ മടിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും ഫെസിലിറ്റികൾ ഇന്നിപ്പം കമ്പനികളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ്. ഞാൻ ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഒരു ക്ലെയിം ഒരു കമ്പനി മനഃപൂർവ്വം തരാതിരുന്നാൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആദ്യം നമ്മൾ ആ കമ്പനിയിൽ നിന്ന് റിജക്ഷൻ ലെറ്റർ മേടിക്കണം. റിജക്ഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയുടെ തന്നെ ഗ്രീവിയൻസ് ഉണ്ട്. ഓൺലൈൻ ഗ്രീവിയൻസിൽ അവരുടെ തന്നെ അഡ്രസ്സുണ്ട്. ആ അഡ്രസ്സിൽ നമ്മൾ അവർക്ക് മെയിൽ അയക്കുക, ഞാൻ ഈ പോളിസി എടുത്തിരിക്കുന്നത് എനിക്ക് ക്ലെയിം കിട്ടാനാണ്, അൺനെസസറി ആയിട്ട് നിങ്ങൾ എൻ്റെ ക്ലെയിം റിജക്റ്റ് ചെയ്തിരിക്കുന്നു, എനിക്കതുകൊണ്ട് ക്ലെയിം തരണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഇടുക. എന്നിട്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്കിവിടെ എറണാകുളം രവിപുരത്ത് ഓംബുഡ്സ്മാൻ്റെ കോടതിയുണ്ട്. അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിൾ എടുക്കുക, ഗ്രീവിയൻസ് ഇൻ ഓംബുഡ്സ്മാൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം അതിൻ്റെ അഡ്രസ്സ് വരും. അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, ഒരു ഒ ടി പി എടുക്കുക. അവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ കമ്പനിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, പോളിസി എടുത്ത കമ്പനിയെക്കുറിച്ച്, നമ്മുടെ പോളിസി ഡോക്യുമെൻറ്റ്, നമ്മുടെ രോഗത്തിൻ്റെ രീതികൾ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, ബില്ല്, നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ അഡ്രസ് പ്രൂഫ്, അതോടൊപ്പം തന്നെ നമ്മുടെ പാൻ കാർഡ്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ ബിൽസും സ്പ്ലിറ്റഡ് ബിൽസും, അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറിയൊക്കെ എൻ്റർ ചെയ്യുക. ഈ ഡോക്യുമെൻറ്റ്സ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിയായിട്ട് അവർ കണക്ട് ചെയ്തതിന് ശേഷം ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധി അവിടെ ഹാജരാകും. ഇവരുടെ ഡോക്യുമെൻറ്റ്സ് വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അത് കസ്റ്റമറുടെ കൂടെ നിൽക്കുന്നതാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന കോടതി. അപ്പം എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കിട്ടേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ പോകേണ്ട കാര്യമില്ല, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇൻഷുറൻസ് കമ്പനിയെ തന്നോളും. കോടതി അനുകൂലമായിട്ട് കസ്റ്റമർ അനുകൂലമായിട്ട് വിധിക്കത്തുള്ളൂ. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നെഗറ്റീവായിട്ട് പുറകോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അയ്യോ അന്ന് എടുക്കായിരുന്നു, അല്ലെങ്കിൽ പലരും എടുത്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെങ്കിലും അസുഖം അവർ പറയാതെ ആയിരിക്കും പോളിസി എടുത്തിരിക്കുന്നത്. ഓംബുഡ്സ്മാൻ കോടതിയിൽ പോകുന്ന കേസ് ഫെയിലാകുന്നത് ഒരു കാര്യത്തിലേ ഉള്ളൂ. ഇൻഷുറൻസ് കമ്പനി പറയുകയാണ് അവർക്ക് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, ഇതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത റിപ്പോർട്ടിൻ്റെ അകത്ത് ഇവർ 2023 2020 ഇവർ ഇന്ന മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഇത് കാണിക്കാതാണ് പോളിസി എടുത്തത്, ഞങ്ങളെ പറ്റിച്ചു എന്നുള്ള ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ മാത്രമാണ് അവിടെ ആ ക്ലെയിം കിട്ടാതെ പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ കോടതിക്ക് ഒന്നും ചെയ്യാൻ മേലാതെ വരും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട
കാര്യങ്ങൾ. അപ്പം ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചുരുക്കിയാലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു പോളിസി, ഒരു ഫാമിലി പോളിസി നമ്മൾ എടുത്തിടുക. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആക്സിഡൻറ്റ്, മാരകമായ രോഗങ്ങൾ, നമ്മളെ കുടുംബത്തെ തകർത്ത് കളയുന്ന വലിയ ടൈപ്പ് രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും നമ്മളെ സഹായിക്കാൻ മേലാത്ത വഴികളിലൂടെ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഈ ഇൻഷുറൻസ് ആയിരിക്കും. കാരണം ഇത് ഞാൻ പറയാനുള്ള കാരണം, കഴിഞ്ഞ 3 വർഷമായി ഇൻഷുറൻസിൽ വർക്ക് ചെയ്തിട്ട് ധാരാളം ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുകയും ക്ലെയിം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ത്രൂ ക്ലെയിം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രത്യേക ഇടപെടലാണ് ഇത്രയും പോസിറ്റീവായിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ക്ലെയിം മേടിച്ചിട്ടുണ്ട്. ക്ലെയിം മേടിച്ചവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പോളിസി എടുത്തിട്ടുണ്ട്. അപ്പം എന്തു തന്നെയായാലും നല്ലൊരു പോളിസി എടുക്കുന്ന കാര്യത്തിൽ നിങ്ങളിനി ഉപേക്ഷ വിചാരിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു പോളിസി എടുക്കുക. ഓക്കെ, വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. അതുവരേക്കും ബൈ ബൈ. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാർച്ച് 31 ഈ ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ന്യൂ ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ചേഞ്ചസ് വരാം, പ്രീമിയത്തിൽ വ്യതിയാനം വരാം, പ്രീമിയം കൂടാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു സംസാരമുണ്ട്. അതുകൊണ്ട് പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മാർച്ച് 31 പോളിസി എടുക്കുക. പോളിസി ഇഷ്യൂ ആയി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ.